അൽഫോൻസാൻഡി. പച്ചാപ്പി. ഓ, ഇതാര അൽഫോൻസാൻഡിയോ? ഇത് എവിടെ നിന്ന് വരുന്നു? കമ്മിങ് ഫ്രം ഗോവ. അച്ഛാ അച്ഛാ. നോട്ട് അച്ഛാ. അയ്യോ അയ്യോ, ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ. ആന്റി ആകെ മാറിയിരിക്കുന്നല്ലോ. എവിടെയാ മൈ ബ്രദർ? ആര്? എന്റെ ആങ്ങളെ തൊമ്മിച്ചൻ. ആ ദാണ്ട ഇരിക്കുന്നു. ഗോവ. നമുക്ക് പോവാ. അപ്പച്ച എണ്ണം തെറ്റിച്ചല്ലേ? മൈ ബ്രദർ. ചേച്ചി, മക്കളെ നിങ്ങളുടെ അൽഫോൻസാൻഡി ലാൻഡ് ചെയ്തടാ ഫ്രം ഗോവ. ചേച്ചി വരുന്ന വഴിയാണോ? ജസ്റ്റ് കമ്മി. നീ സൺസ് ഇവിടെ ഉണ്ടാവുന്ന എനിക്കറിയാൻ. എടാ തങ്കച്ച, എന്തൊക്കെയുണ്ടോ മോനെ വിശേഷം? അയ്യോ, തങ്കച്ചനല്ല ആന്റി, റോയിച്ചൻ. റോയിച്ചൻ. എടാ ഉമ്മച്ച, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ആന്റി, സണ്ണിച്ചനാ. ഓ സണ്ണിച്ചനാ, എന്തൊരു മറവി. ആന്റിക്കൊരു മറവിയല്ലേ? അതേടാ എന്റെ പാപ്പച്ച. ആന്റി, ഞാൻ പാപ്പച്ചനല്ല, കറിയാച്ചൻ. കറിയ. ടോട്ടൽ കൺഫ്യൂഷൻ. ഓ എന്തൊരു ടേസ്റ്റി, വല്ലാത്ത ദാഹം. എടാ കൊച്ചാപ്പേ, പോയി സർബത്ത് വിളിച്ചിട്ട് വേണം. അയ്യോ എനിക്ക് സർവത്ത് വേണ്ട, എനിക്ക് ഫ്രഷ് ലെമൺ. ആന്റി ഡാനി വന്നില്ലേ? അവൻ അവിടെ ഉലകം ചുറ്റും വാലിപ്പനായിട്ട് അടിപിടി കൂടി നടക്കുക. അല്ലേ ചേച്ചി, അവന് ഗോവയിൽ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ? അവിടെ വന്നപ്പോ ഒന്നും കൂടിയും കൂടി. ആര് ചോദിക്കാൻ? അവനവിടുത്തെ ഗോവനാഥല്ലേ. ഓ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളത്തിലാണ് വിരലിട്ടിട്ട് വരുന്നത്. അതെ, ഇടയ്ക്ക് വിരലൊന്ന് മുറിഞ്ഞു. അപ്പൊ ഡാക്ടറെ കാണിച്ചപ്പോ ഡാക്ടർ ശരിയാക്കി. തണുത്ത വെള്ളത്തിൽ എപ്പോമേ വിരല് മുക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കീറുന്നുണ്ടോ? ഇനിയും വെടുപ്പില്ലാത്തൊരു ചെണ്ടു. നോ നോ പ്രോബ്ലം, ഞാൻ കുടിച്ചോളാം. ഡ്രിങ്ക്. അപ്പച്ചാ, മക്കളെല്ലാം എത്തിയല്ലോ. എന്നാണോ മക്കൾ ഇത്രയും താമസിച്ചേ? കൊച്ചുവെളുപ്പാൻ കാലത്ത് എണീറ്റിങ്ങ് പോന്നതാ. വണ്ടി ഓടി ഇവിടം വരെ എത്തണ്ടായോ അപ്പച്ചാ? 3 വഴി താനേ വന്നത്. അന്ത വഴി വന്നാ അപ്പ് ആൻഡ് ഡൗൺ ജാസ്തി ആയിരിക്കും. ആമാ, എന്നാ വിളി? തമിഴ് சொல்லு. கோட்டயம் கொச்சாப்பி ഒരുപാട് ஷைன் ചെയ്യല്ലേ. മലയാളം ഞങ്ങൾക്ക് പുരി. அப்படியே. ஆமா. என்னது இந்த தமிழ்நாட்டுல வந்து இங்கேயுள்ள அயோக்கிய பசங்களுമായി பேச்சு பேச்சு இப்ப மலையாளிகளை கண்டாலும் எனக்கு தமிழ் தான் வருவே. என்ன பண்றது? താ ഒന്നും பண்ண വേണ്ട. മലയാളത്തെ കൊന്നു കുടിച്ചും കൂടാതിരുന്ന മാത്രം മതി. പച്ചയുമാണ് എല്ലാവിധமான കായ്കറികളും ഇങ്ങനെ കിടക്കും. இந்த 2 கையிலே காய் இருந்தால் ஜிப்பிலே போக வேண்டாம். எல்லா பச்சைக்கறி தோட்டத்தில் நிന്നും நேரிட்டு கொண்டு வந்த இந்த காய்கறிகளை வாங்கி சமைச்சு ருசித்து பாருங்கள் பாருங்கள். ஹோல்சேல் ரீட்டைல் தொடங்கி பல பல டைல்ஸிலும் இங்க கிடைக்கும். വാട്ട് ഈസ് ദിസ്? നിങ്ങൾ 4 പേരും ഒരു റൂമിലാണോ കിടക്കുന്നത്? അൺസൈക്കബിൾ. 2 ആൾ കൂടി കിടക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ആന്റി മളെ വന്ന് കിടന്നു. നോ നോ നോ. വൈ 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 വൈ. എനിക്ക് AC ഇല്ലാതെ കിടന്നാൽ ഉറക്കം വരില്ല. അതൊരു ശീലായി പോയി. അങ്ങനെയാണെങ്കിൽ ആന്റി ഒരുപാട് വിഷമിക്കുമല്ലോടാ സണ്ണിച്ച. യെസ് യെസ്. തൊമ്മീച്ചന്റെ മുറിയിൽ AC ഉണ്ടോ? ഇല്ല. കറിയാച്ചന് മോളി കുട്ടിയും കിടക്കുന്ന മുറി AC ആണോ? അതെ. അല്ല, AC പോലെ തണുപ്പുള്ള നോൺ AC റൂം. എന്നാ ഞാൻ അവിടെ പോയിട്ട് മാനേജ് ചെയ്തോ. എന്നാ പിന്നെ ആന്റി അങ്ങോട്ട് പോയി മാനേജ് ചെയ്തല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു താങ്ക് യു. അച്ചായോ, ആന്റി ഇങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ ചേട്ടത്തി പുളി ഇതിനെ ഇനി ഒരുപാട് ലേറ്റ് ആവും. നല്ല ടൈം. ആന്റിയുടെ കയ്യിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാൻ ഞാൻ ആന്റി ഇന്ന് അവന്മാരെ കൊന്നു കൊല വിളിക്കും. മോളിക്കുട്ടി, ഒറിബിൽ ഹീറ്റ്. ഗോവയിലെ AC-യിൽ കിടന്ന് നാച്ചുറൽ ആയതുകൊണ്ട് കൂളിംഗ് ഇല്ലാത്ത റൂമിൽ കിടന്ന എനിക്ക് സ്ലീപ്പിംഗ് വരില്ല. ഞാനിവിടെ കിടന്നോ. അയ്യോ ആന്റി, ഇവിടെ ഭയങ്കര കൊതുക. ഓ കൊതുകല്ലേ? കൊതുകിനെ ഞാൻ ഗുഡ് നൈറ്റ് കൊണ്ട് മാനേജ് ചെയ്തോളാം. പക്ഷെ ചൂട് എനിക്ക് അൺസൈക്കബിളാ. ഇളവയ്ക്ക് ഇനിയിപ്പൊ ഇടയെ കയറി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. നീ എന്താ തിങ്ക് ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ആ പിള്ളേരെ അവിടെ തനിച്ചല്ലേ കിടക്കുന്നത്. നീ പോയി അവർക്ക് കൂട്ടുകിടക്കും. ഞാനും മോളിക്കുട്ടിയും കൂടി ഇവിടെ സ്ലീപ്പ് ചെയ്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്നു മോളെ. നീ എന്നാ എനിക്ക് ഗോവയ്ക്ക് തിരിച്ചു പോകുന്നത്? മമ്മയാണ് കൊള്ളാമല്ലോ.
ഇവിടെ ഇത്ര പ്രോബ്ലങ്ങൾ ഉള്ളപ്പോ ഞാൻ എങ്ങനെ തിരിച്ചു പോകുന്നത്? സൂക്ഷിച്ചും കണ്ടും വേണം ഒതുക്കാൻ പോകുന്നത്. ഇത് അവരുടെ നാടാ. ഓ പിന്നെ ഈ പറയുന്ന ഗവർണർമാർ ഇവിടുത്തുകാരൊന്നും അല്ല. ഇന്ത്യയുടെ ഏത് കോണിലും ഏതവനും ജോലി ജീവിക്കാമെന്ന് ഇന്ത്യൻ ഇതിലുണ്ട്. ആ അല്ല, ഇവനെവിടെ താമസിക്കാൻ പോണത്? ഇവിടെ ആന്റി. അത് പറ്റൂല, ഞാൻ ഒറ്റയ്ക്കേ താമസിക്കൂ. എടാ സണ്ണിയേ, ഇച്ചായ നമുക്കേ കിഴക്ക് വശത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചാലോ? ആ അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇഷ്ടം. ശരി. ഇതുപോലൊരു ഫിഷ് ടാങ്ക് ഗോവയിലെ എന്റെ ഹൗസ് ഓണർ പെരേരല് വീട്ടിലുണ്ട്. അത് നിറച്ച് സീ ഫിഷാ. അപ്പൊ കംപ്ലീറ്റ് കരിമീനായിരിക്കുമല്ലോ ആന്റി. ഇത്രയുള്ള കുട്ടി സ്രാവുകൾ. മമ്മിയുടെ ഈ പുളുവടി നിർത്തുവോ? ഒരു പെരേരയും കുറെ കുട്ടി സ്രാവുകളും. അയ്യോ അതെ ധനിച്ചായ, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണം, സൂക്ഷിച്ചു വേണം. ഇരുട്ടടി അടിക്കാൻ മടിക്കാത്ത കൂട്ടരാ ആ ഗൗണ്ടറും ബാച്ചും. അങ്ങനെയൊക്കെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ മച്ചാ? അത് ശരി. ഇതുവരെയായിട്ട് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ശരിയായില്ലേ? ഇതെന്നാ പറ്റി? കടലിങ് പോന്നോ? ഒന്നും പറയണ്ടടാവേ, ഭയങ്കര നീരുവീഴ്ച. ഇങ്ങോട്ട് മാറ്. ഡാൻസ്, ഈ ഗോപം പെനി അടിച്ച ഈ നീരുവീഴ്ചയൊക്കെ അപ്പൊ തന്നെ പോവെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇന്നാലും പറഞ്ഞു ഏതോ ഒരു ഗോതം വീക്കിൽ വായിച്ചിട്ടുണ്ടോ? കറക്റ്റ് കറക്റ്റ്, അത് കറക്റ്റ്. പറഞ്ഞില്ലേ? നിന്റെയൊക്കെ സ്വഭാവത്തിന് നീരുവീഴ്ച മാറ്റാനുള്ള സകല സാധനമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ലേറ്റ് ആവുന്ന കഴിക്കുന്നെങ്കിൽ പെരേരരെ ഫെനി തന്നെ. എന്റെ മോൻ ദാനിക്ക് ഏർലി മോർണിംഗിൽ ടീയും കാപ്പി ഒന്നും കൊടുക്കണ്ട എന്റെ കൊച്ചാപ്പി. അതെന്താ? ഇന്നലത്തെ ഹാങ് ഓവർ ഒന്ന് മാറട്ടെ. ആളപ്പ നല്ല പൂശുകാരനല്ലേ? പൂശോ? അതവന്റെ ഡാഡിയുടെ പഴയ തൊഴിലായിരുന്നു. അതെനിക്ക് തെരിയും. അന്തപൂസല്ലേ? പൂസ് നന്നായിട്ട് വിടുവെന്ന് ചോദിച്ചതാ. 3-4 പെഗ് സ്കോച്ചും 2-3 കുപ്പി ഫെനിയും ദിവസം അവന് കഴിക്കണം. അത് ഗോവൻ ഹാബിറ്റാ. അതാണ് ഗോവൻ ഹാബിറ്റ്. അപ്പൊ ആന്റി നന്നായിട്ട് വിടുവല്ലേ? ഞാൻ വല്ല ഒക്കേഷനുകളിലോ ഹോളിഡേയ്സിലൊക്കെ കഴിക്കും. പിന്നെ ഡെയിലി നൈറ്റിൽ ഫുഡിന് മുമ്പ് ഒരു ഹാഫ് ഹോട്ടൽ ഫെനി എനിക്ക് കഴിക്കണം. ഫെനിയോ? അതെന്താ? അതവിടുത്തെ നാടൻ. ഓ, ഗോവൻ കൊട്ടുപടി. അപ്പൊ കുടുംബം തന്നെ സ്മാൾ ഫാമിലി ആയില്ലയോ? നോ നോ, സ്മോൾ ഫാമിലി അല്ല. തറക്കണ്ടൻ തറവാടെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലാർജ് ഫാമിലിയാ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോന്നർത്ഥം. അവനെ എഴുന്നേൽക്കും. മിണ്ടി പോരുത്, കുമ്പകളെ ഞാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദാനിമോൻ. എന്ത് പറ്റി സാർ? ഒരു വല്ലായിക്ക മൂഞ്ചെല്ലാം ഒരു മാറി ഇருக்கு. ഇന്നലെ 2 സ്മോൾ ലാർജ് ആയിപ്പോയി. അല്ലല്ല, 2 ലാർജ് കൂടി പോയി ഇന്നലെ. 2 ലാർജ് സ്മോൾ. എങ്ങനെയുണ്ട് ദാനിമോൻ ഇവിടുത്തെ താമസമൊക്കെ? നന്നായിരിക്കുന്നു. 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 മിസ്റ്റർ കൊച്ചാപ്പി ചേട്ടൻ. അതെ, സ്മോൾ വലിയ ഇരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അകത്തുണ്ടോ? അകത്തോ? അല്ല, സ്മോൾ വല്ല ഉണ്ടോന്ന്. ഓ, അകത്തല്ല, പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം. സാറിന് ഒരു കാര്യം ചെയ്യേ, ബെഡ് കാഫി സാറിന് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? അവന് ബ്രേക്ക്ഫാസ്റ്റിന് 6 വാട്ടി എഗ്, 1 പാക്കറ്റ് ബ്രെഡ്, 1 കുപ്പി പാൽ. അത് ரொம்ப കമ്മിയാ இருக்குதே. മമ്മി എന്താ വല്ലാതെ ടയർഡായിരിക്കുന്നത്? ഇന്നലത്തെ സ്ലീപ്പിംഗ് വളരെ മോശം. മോനെ, ഇന്നലത്തെ ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ ഹാങ് ഓവർ മാറ്റാൻ? സോറി മമ്മി, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. മോൻ കൊച്ചാപ്പേച്ച് സംസാരിച്ചോണ്ടിരിക്കും. മമ്മി പോയി മോനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. സ്വീറ്റ് മമ്മി. ബൈ 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 മമ്മി. കൊച്ചാപ്പി ചേട്ടോ, എന്താ സാറേ ആടുമേന്റെ കാസിന് ഹാങ്കെ പോലെ കിടക്കുന്നത്? മനസ്സിലായില്ലേ? ഇല്ല. ആടുമേഞ്ഞ കാട് പോലെ കിടക്കുന്നത് എന്താ ചോദിച്ചത്? തെലുങ്കു. ഞാൻ വിചാരിച്ചു ഹിന്ദിയാണെന്ന്. ഹിന്ദി നഹിമാലും സാറ് എനിക്ക് സ്മോൾ തരും. എന്റെ പൊന്നു കൊച്ചാപ്പി ചേട്ടാ, ഞാൻ പറഞ്ഞില്ല എന്റെ ഇല്ലെന്ന്. എന്റെ ഇല്ല. പിന്നെ ആട് കിടന്നിട്ട് പൂടെയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. നോക്കട്ടെ, പൂടെ ഉണ്ടോ നോക്കട്ടെ. നോക്കിക്കോ. അയ്യോ, അപ്പൊ ഇതിനകത്ത് കാണും. അവിടെ നോക്കിക്കോ. നോക്കട്ടെ. അയ്യോ, കാലി ബീർ ബോട്ടിലാണല്ലോ. അപ്പൊ സ്മോൾ ബാത്റൂമിൽ കാണും. കൊച്ചാപ്പി ചേട്ടാ.
എന്റെ അമ്മേ കുഴഞ്ഞു. അയ്യോ സാറേ കണ്ടില്ലേ? വാ ഇരിക്കേ. ഇതേതാ സാറേ സ്മോള്? ഇന്നലെ രാത്രി ആരും അറിയാതെ ഒപ്പിച്ചായിരിക്കും അല്ലേ? നല്ല അറുപയാറ് ഉറുപ്പടി സാർ. എടോ താൻ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ഓടിക്കയറി വന്നതാ പാവം പവിഴം. പവിഴം? ആ പവിഴം പോലത്തെ സാധനം. എപ്പടി ഇരിക്കണ്ട ഉറുപ്പടി? എടോ താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടിയാലുണ്ടല്ലോ തന്നെ ശരിയാക്കും. സാറെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. തനതു രഹസ്യ ബട്ടബയാലു. ഏ? അരമന രഹസ്യം അങ്ങാടി പാട്ടായി പോകുന്നു. ഓ കന്നഡം. ഞാൻ വിചാരിച്ച് തെലുങ്കായിരിക്കുന്നു. ഇവളെന്റെ മാനം കെടുത്തിട്ട് പോകുന്ന തോന്നുന്നു. എടി നിന്റെ ഈ മൂക്ക് വീഴ്ചലും കരച്ചിലൊന്നും എന്റെ വേണ്ട. വരട്ടല്ലേ സാറേ പാവാ. മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞോ? என்ன சொல்றீங்க? എങ്ങനെ சொன்னீங்க പുണ്ണാക്ക് പല്ലുതേപ്പം കുളിയെല്ലാം മുടിച്ചാച്ചാന്ന്. இல்ல. ആ എന്നാലേ ശീഘ്രം മുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക് കേട്ടോ. കൊച്ചാപ്പിച്ചേട്ടാ ഓ. വാ. ഏ ഇത് വീട്ടിൽ പോയി പറഞ്ഞ് നാറ്റിക്കരുത്. ഇല്ല. ഞാനൊരു ഹാഫ് മേടിച്ചു തരാം. ആ പോലെ പുള്ളു വാങ്ങിച്ചോ. ഫുള്ളെങ്കിൽ ഫുള്ള്.